കാത്തിരുന്ന ഈ വർഷത്തെ ചാമ്പ്യൻസ് ട്രോഫി നാളെ മുതൽ ആരംഭിക്കുകയാണ്. രോഹിത് ശർമ്മയുടെ കീഴിൽ മറ്റൊരു ICC കിരീടത്തിനായി ടീം ഇന്ത്യ ഇറങ്ങുമ്പോൾ ടൂർണമെന്റിലെ ടീം ഇന്ത്യയുടെ ആദ്യ മത്സരം ഫെബ്രുവരി 20 വ്യാഴാഴ്ച ബംഗ്ലാദേശിനെതിരെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ ആദ്യ മത്സരത്തിന് മുന്നോടിയായുള്ള ടീം ഇന്ത്യയുടെ പ്ലേയിങ് 11 ഉൾപ്പെടെയുള്ള ഒരു പ്രിവ്യൂ ആണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. രോഹിത് ശർമ്മയുടെ കീഴിൽ മറ്റൊരു ICC കിരീടം തന്നെയാണ് ടീം ഇന്ത്യ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ വർഷത്തെ T20 ലോകകപ്പ് സ്വന്തമാക്കിയ ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ മറ്റൊരു ICC ടൂർണമെന്റിനായി തയ്യാറെടുക്കുന്നത്. പാകിസ്ഥാൻ വേദിയാകുന്ന ഈ വർഷത്തെ ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീം ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലാണ്. ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശാണ് ടീം ഇന്ത്യയുടെ എതിരാളികൾ. രോഹിത് ശർമ്മ നയിക്കുന്ന ശക്തമായ താരനിര തന്നെയാണ് ഇത്തവണ ഇന്ത്യക്കൊപ്പമുള്ളത്. ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലാണ് ഇത്തവണ എത്തുന്നത്. ജസ്പ്രീത് ബുംറയുടെ അഭാവമാണ് ടീം ഇന്ത്യയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയായി മാറിയിട്ടുള്ളത്. എന്നിരുന്നാൽ കൂടി ബൗളിംഗിലും ബാറ്റിംഗിലും ശക്തമായ ഒരു 11 അണിനിരത്താൻ തന്നെയായിരിക്കും ടീം ഇന്ത്യ തയ്യാറെടുക്കുന്നത്. എന്നാൽ ആദ്യ മത്സരത്തിന് മുന്നേ ടീം ഇന്ത്യ പ്ലേയിങ് 11 തയ്യാറാക്കുമ്പോൾ ആരെയൊക്കെ ഒഴിവാക്കണം എന്നുള്ള ചോദ്യം തന്നെയാണ് ഇവിടെ ഉയരുന്നത്. പ്രത്യേകിച്ച് ടീം ഇന്ത്യയുടെ പേസ് ബൗളിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് ഷമി, അർഷ്ദീപ് സിംഗ്, ഹർഷിത് റാണ എന്നിവരാണ് നിലവിൽ സ്ക്വാഡിലുള്ളത്. ഇതിൽ സാധ്യതകൾ അനുസരിച്ച് 2 താരങ്ങളെ മാത്രമേ പ്ലേയിങ് 11ലേക്ക് ഉൾപ്പെടുത്താൻ സാധ്യതയുള്ളൂ. സീനിയർ താരമായ മുഹമ്മദ് ഷമി ടീമിലെ ആദ്യ പേസ് ബൗളിംഗ് സ്ഥാനം ഉറപ്പാക്കുമ്പോൾ രണ്ടാം പേസറായി ഹർഷിത് റാണയെയാണോ അതോ അർഷ്ദീപ് സിംഗിനെയാണോ ടീമിലേക്ക് ഉൾപ്പെടുത്തുന്നത് എന്നുള്ള ചോദ്യം തന്നെയാണ് ഉയരുന്നത്. ഗൗതം ഗംഭീറിന്റെ ഒരു ചോയ്സ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സെക്കൻഡ് പേസറായി ഹർഷിത് റാണയായിരിക്കും പ്ലേയിങ് 11ലേക്ക് എത്തുക. മറുഭാഗത്ത് T20 ലോകകപ്പിൽ ഉൾപ്പെടെ ടീം ഇന്ത്യക്ക് നിർണായക സംഭാവനകൾ നൽകാൻ അർഷ്ദീപ് സിംഗിന് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 താരങ്ങളിൽ ആരായിരിക്കും മുഹമ്മദ് ഷമിക്കൊപ്പം എത്തുക എന്നുള്ള ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇനി ബാറ്റിംഗിൽ ടീം ഇന്ത്യയുടെ മധ്യനിരയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്ററുടെ അഭാവം തീർച്ചയായിട്ടും ടീം ഇന്ത്യയെ ബാധിക്കുന്നുണ്ട്. സെക്കൻഡ് വിക്കറ്റ് കീപ്പറായി ടീമിലേക്ക് എത്തിയ ഋഷഭ് പന്ത് മാത്രമാണ് നിലവിൽ മധ്യനിരയിൽ ടീം ഇന്ത്യയുടെ ബാറ്ററായി ഉള്ളത്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ അക്സർ പട്ടേലിനെ മിഡിൽ ഓർഡറിൽ ഇറക്കി ടീം ഇന്ത്യ ചില പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ അവസരം മുതലാക്കിയ അക്സർ പട്ടേൽ മികച്ച പ്രകടനങ്ങൾ തന്നെയായിരുന്നു കാഴ്ചവെച്ചത്. മിഡിൽ ഓർഡർ ബാറ്ററുടെ റോൾ അക്സർ പട്ടേൽ ഭംഗിയായി തന്നെ നിർവഹിച്ച സാഹചര്യത്തിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി KL രാഹുൽ ടീമിലേക്ക് ഇടം നേടാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ പ്ലേയിങ് 11ൽ ഋഷഭ് പന്തിന് അവസരം ഉണ്ടായേക്കില്ല എന്നാണ് ലഭിക്കുന്ന പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത്. വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ട് ടീമിന്റെ പ്രധാന വിക്കറ്റ് കീപ്പറായി KL രാഹുൽ തന്നെയായിരിക്കും ചാമ്പ്യൻസ് ട്രോഫിയിൽ എത്തുക എന്നുള്ള സൂചന ഹെഡ് കോച്ച് ഗൗതം ഗംഭീർ കഴിഞ്ഞ ദിവസം നൽകിയിട്ടുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടൂർണമെന്റിലെ പ്ലേയിങ് 11ലേക്ക് ഋഷഭ് പന്തിന് നിലവിൽ സാധ്യതകളൊന്നും തന്നെ പറയുന്നില്ല. പ്ലേയിങ് 11ലെ മറ്റൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് സ്പിൻ ബോളിംഗ് കോമ്പിനേഷനുകളാണ്. സീനിയർ താരമായ കുൽദീപ് യാദവിനെ മറികടന്നുകൊണ്ട് വരുൺ ചക്രവർത്തി പ്ലേയിങ് 11ലേക്ക് എത്തുമോ എന്ന് തന്നെയാണ് ആരാധകർ ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം. ഇന്ത്യക്ക് വേണ്ടി ICC ടൂർണമെന്റുകളിൽ പ്രധാന പ്രകടനം കാഴ്ചവെച്ച താരം തന്നെയാണ് കുൽദീപ് യാദവ്. നിർണായകമായ ചാമ്പ്യൻസ് ട്രോഫിക്കായി ഇറങ്ങുമ്പോൾ അദ്ദേഹത്തെ മറികടന്നുകൊണ്ട് വരുൺ ചക്രവർത്തി ടീമിലേക്ക് എത്തുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലേക്ക് പ്രത്യേക പരിഗണനയിലാണ് വരുൺ ചക്രവർത്തിയെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ പ്ലേയിങ് 11ലേക്ക് എത്തുമ്പോൾ കുൽദീപ് യാദവോ അല്ലെങ്കിൽ വരുൺ ചക്രവർത്തിയോ ആയിരിക്കും സ്പിൻ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുക. ഈ 2 പൊസിഷനുകളിലെ മാറ്റങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഏറെക്കുറെ ടീം ഇന്ത്യയുടെ പ്ലേയിങ് 11ന്റെ ചിത്രം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെതിരായ ആദ്യ മത്സരത്തിനുള്ള ടീം ഇന്ത്യയുടെ പ്ലേയിങ് 11 പരിഗണിക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ, ഹർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, രവീന്ദ്ര ജഡേജ, കുൽദീപ് യാദവ് അല്ലെങ്കിൽ വരുൺ ചക്രവർത്തി, മുഹമ്മദ് ഷമി, അർഷ്ദീപ് സിംഗ് അല്ലെങ്കിൽ ഹർഷിത് റാണ എന്നിവരായിരിക്കും പ്ലേയിങ് 11ൽ ഉണ്ടാവുക. നിങ്ങളുടെ അഭിപ്രായത്തിൽ അർഷ്ദീപ് സിംഗ് ആണോ ഹർഷിത് റാണയാണോ ടീം ഇന്ത്യയുടെ പേസ് ബോളിംഗ് മുഹമ്മദ് ഷമിക്കൊപ്പം ഉണ്ടാകേണ്ടത്? അതേപോലെ കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി ഇതിൽ ആരായിരിക്കണം പ്ലേയിങ് 11ലേക്ക് എത്തേണ്ടത്? അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.